സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ അവ്യക്തതയില്ലെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. കൃത്യമായ കണക്കുകൾ കോടതിയെ ബോധ്യപ്പെടുത്തും. SDRF-ലെ ഫണ്ട് ഉപയോഗിച്ച് മാത്രം കാര്യങ്ങൾ നടത്താൻ കഴിയില്ല. ചൂരൽമലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണം. ഫണ്ടിന്റെ മാനദണ്ഡം അനുസരിച്ചുള്ള പണം മാത്രമേ നൽകൂ എന്ന് കേന്ദ്രം പറഞ്ഞാൽ മറ്റു വഴികൾ തേടുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം SDRF-ൽ പണം ലഭിച്ചാൽ പണം അഡ്വാൻസായി ഉൾപ്പെടെ ജില്ലകളിലേക്ക് കൊടുക്കും. ജില്ലകളിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് അത്യാവശ്യം വന്നാൽ എടുത്ത് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള പണം ഉൾപ്പെടെ അഡ്വാൻസായി കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണക്ക് കിട്ടണമെങ്കിൽ 1-2 ദിവസത്തെ പ്രയത്നം നടത്തി അക്കാര്യത്തിൽ എടുക്കേണ്ടി വരും. ഏതെങ്കിലും വിധത്തിലുള്ള അവ്യക്തത ഈ കാര്യങ്ങളിലില്ല. കോടതിയുമായി സഹകരിച്ചാണ് ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. കോടതിയുടെ പരാമർശത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരം വന്നാൽ അതനുസരിച്ച് കോടതി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. SDRF-ന് വേണ്ടി ലഭ്യമായിട്ടുള്ള തുക ഓരോ ധനകാര്യ കമ്മീഷന്റെയും നിർദ്ദേശപ്രകാരം സംസ്ഥാന ഗവൺമെന്റിലേക്ക് വരുന്നതാണ്. അതിനൊരു തർക്കകാര്യം. ജെയ്സൺ ശ്യാമവളപ്പിൽ നൽകും വിശദാംശങ്ങൾ. ജെയ്സൺ, കോടതിയിലെത്തിയപ്പോൾ എത്ര ഫണ്ട് ഇനി ചെലവഴിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. അവ്യക്തതയായിരുന്നു അക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഫണ്ടിന്റെ കാര്യത്തിൽ ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിന്റെ കാര്യത്തിൽ അവ്യക്തതയില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ പറഞ്ഞു വെക്കുന്നത്? ശ്രുതി, ഹൈക്കോടതിയിൽ നിന്നിട്ട് വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനം മന്ത്രി രാജൻ നടത്തുന്നത് പ്രധാനമായും സർക്കാരുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വ്യക്തതയോടുകൂടി സർക്കാർ ആഗ്രഹിക്കുന്ന രീതിയിൽ കോടതിയിൽ പൂർണ്ണമായും സമർപ്പിച്ചിട്ടുണ്ടോ, അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് പ്രധാനമായും മന്ത്രി രാജൻ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ പൂർണ്ണമായും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരമൊരു വിമർശനം ഉണ്ടാകില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാനമായ അർത്ഥം. യാതൊരു രീതിയിലുള്ള ക്രമക്കേടുകളോ അല്ലെങ്കിൽ ഫണ്ടുമായി ബന്ധപ്പെട്ട സംശയത്തിനോ ഇട നൽകേണ്ട കാര്യമില്ല. അത്രയേറെ സുതാര്യമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ്. മാത്രമല്ല, ഇന്നലെയാണ് കോടതി സംബന്ധിച്ച വിശദാംശങ്ങൾ സർക്കാരിനോട് തേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയം ആവശ്യമാണ്. വ്യാഴാഴ്ച വീണ്ടും കോടതി കേസ് പരിഗണിക്കുമ്പോൾ വിശദമായ മറുപടി നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. 677 കോടി രൂപ നാളെ ഒരു ആവശ്യം വന്നാൽ എടുത്തുപയോഗിക്കാൻ കഴിയാനുള്ള സംവിധാനം ഇപ്പോഴുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകുന്നില്ല. പലതും അഡ്വാൻസായി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്ന സൂചനകളാണ് അദ്ദേഹം നൽകുന്നത്. അതോടൊപ്പം ചൂരൽമലയിൽ അതുപോലെ വയനാട്ടിലായ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്രം നൽകുന്ന പണം അതേ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം കേന്ദ്രം നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ കഴിയില്ല. അത്രയേറെ പ്രതിസന്ധി വയനാട്ടിലുണ്ട്. അത്തരത്തിൽ വയനാടിന് പ്രത്യേക പാക്കേജ് വേണം, ചൂരൽമലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണമെന്ന ആവശ്യം കൂടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു, റവന്യൂ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും കോടതിയുടെ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യാഴാഴ്ച ഇത് സംബന്ധിച്ച വ്യക്തമായ മറുപടി കോടതിക്ക് നൽകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. ജെയ്സൺ ശ്യാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.